ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. കാരണം ഇതെൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാണ്. സോ ഐ എം പ്രിറ്റി മച്ച് എക്സൈറ്റഡ് ആൻഡ് കുറച്ചൊക്കെ ആൻസൈറ്റി ഉണ്ട്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ടും കുറച്ചധികം നടക്കാനുള്ളതുകൊണ്ടും കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ വർക്കലയിൽ എത്തിയിട്ട് ഫസ്റ്റ് പോയത് ഞാൻ booking.com ത്രൂ ഒരു ഡോർമെറ്ററി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു ത്രില്ലും എനിക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ നേരെ വിട്ടത് ക്ലിഫിലോട്ടാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ട പോലെ തന്നെ കാണാൻ അടിപൊളി ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഷോപ്സിൽ കിട്ടുന്ന ചില സംഭവങ്ങൾക്കൊക്കെ ഒരു മിസ്റ്റീരിയസ് ബ്യൂട്ടി ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. മേ ബി ഇവിടെ കുറേ ഫോറിനേഴ്സൊക്കെ വരുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരു വൈബ് മൊത്തം കുറച്ച് ആർട്സി ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ്. അതുപോലെ കുറേ ക്രിസ്റ്റൽസും കല്ലുകളൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ അറിയുന്നവർക്കറിയാം, എനിക്ക് ഈ കല്ലുകളോട് ക്രിസ്റ്റൽസിനോട് ഒരു പ്രത്യേക ക്രേസാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുന്ന് കല്ലുകൾ പറക്കി കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എനിക്കൊരു ബോക്സ് നിറയെ കല്ലുകളുണ്ട് എൻ്റെ കയ്യിലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് ഇതൊക്കെ കണ്ടപ്പം എനിക്ക് വളരെയധികം ഫാസിനേറ്റിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു. മേ ബി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടും കാണുന്നത് കൊണ്ടും ആവാനും മതി. എന്തായാലും എനിക്ക് സന്തോഷമായിപ്പോയി. അങ്ങനെ അവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ കണ്ട് കുറേ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി റെസ്റ്റിംഗ്. അങ്ങനെ ഡേ 2 രാവിലെ 5 മണിക്ക് തന്നെ സൺറൈസ് കാണാൻ ഞാനിവിടെ എത്തി. ഇവിടെ കുറേ പേര് പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരം പരപരാ പുലർന്നു വന്നു. ഇതായിരുന്നു ആ സീൻ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ അവിടെ കുറേ നേരം ഇരുന്ന് അതൊക്കെ ആസ്വദിച്ചു കേട്ടോ. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാവേ. ഈ ഒരു ട്രിപ്പിൽ നിങ്ങൾ കുറേ സ്ഥലം കാണുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അതൊന്നും ഇതിലില്ല. ഈ ട്രിപ്പിൻ്റെ പ്രധാന പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റീകണക്ട് വിത്ത് മൈസെൽഫ് എന്നുള്ളതാണ്. ലൈഫ് വെറുതെ ജോലിയെടുക്കുന്നു ബില്ലടയ്ക്കുന്നു ഇത് മാത്രമായി മാറി നമുക്ക് ഫുൾ മടുപ്പാവില്ലേ? എന്നിട്ടും നമ്മുടെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കാശ് കളഞ്ഞിട്ട് എന്തിനാ പോകുന്നത്, കാശാകുമ്പോൾ പോയാൽ പോരെ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ തള്ളി നിൽക്കില്ലേ? കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഇതിനൊന്നും ഒരു അർത്ഥമില്ല, എന്തിനാ അങ്ങനെ ജീവിക്കുന്നത് നമുക്ക് തോന്നിപ്പോയില്ലേ? അങ്ങനെയുള്ളൊരു സമയത്താണ് ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഈ ഒരു ട്രിപ്പ് എന്നെ അതിന് നല്ലോണം ഹെൽപ്പ് ചെയ്തു. ആ ഒരു തോട്ട്സ് എന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട്. നല്ലൊരു സൺസെറ്റും നല്ലൊരു സൺറൈസും അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി പ്രശ്നങ്ങളൊക്കെ തീർന്നു കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുമായിരുന്നു. അതൊക്കെ മാറി നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡായി. ഇപ്പം ജോലിയിൽ കുറച്ചൊക്കെ പ്രഷർ വന്നാലും കുറച്ച് കാലം ഓടാനുള്ള ഒരു ഫ്യൂവൽ എനിക്ക് ഈ ഒരു ട്രിപ്പിൽ നിന്ന് കിട്ടി. മാത്രമല്ല കുറച്ച് ഫുൾ പോസിറ്റീവ് ആവാൻ പറ്റി. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു, നീ ഒറ്റയ്ക്ക് പോയിട്ട് നിനക്ക് ബോറടിച്ചില്ല, എന്ത് ചെയ്തു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെ ബോറടിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല. ഐ വാസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ മൈ ഓൺ തോട്ട്സ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് മീ ടു റീകണക്ട് വിത്ത് മൈസെൽഫ്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ ഇങ്ങനത്തെ ബ്രൈഡിങ്ങും സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എൻ്റെ മെയിൻ സംഭവം എൻ്റെ സൺസെറ്റ് അത് ഞാൻ കണ്ടു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. കുറേ നേരം അത് നോക്കി ഞാൻ ആ ഒരു തീരത്ത് കിടന്നു. ആ ഗോൾഡൻ അവറിൽ ഇരുന്ന് തന്നെ ഞാൻ കുറച്ച് ജേർണലിങ് ചെയ്തു. So that's it, my beautiful Workla trip. Thanks for watching. Bye bye.